പാരീസ് ഒളിമ്പിക്സ് അയോഗ്യതയ്ക്കെതിരെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ അന്താരാഷ്ട്ര കായിക കോടതി അല്പസമയത്തിനുള്ളിൽ പരിഗണിക്കും. വെള്ളി മെഡൽ പങ്കിടണമെന്നാണ് വിനേഷ് ഫോഗട്ടിന്റെ ആവശ്യം. ഫായിസ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഫായിസ്, ഈ അപ്പീൽ ഇന്നലെ തന്നെ അത് പരിഗണിച്ചിരുന്നു, ഈ വാദവും തുടങ്ങിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എന്താണ് നമ്മളൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നത്? വെള്ളി മെഡൽ വേണം എന്നുള്ളൊരു ആവശ്യമാണ് വിനേഷ് ഫോഗട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് സാധ്യമാകുമോ? മഹേഷ്, വാദം അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗട്ടിന്റെ അപ്പീൽ ഫയൽ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ പ്രാദേശിക സമയം വൈകിട്ട് 5:30 വാദം കേൾക്കൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ വാദം കേട്ടില്ല, ഇന്നേക്ക് മാറ്റിവെച്ചു. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയും പിന്നീട് അത് 2 മണിയിലേക്ക് മാറ്റി. അവിടെ നിന്നും മാറിയിട്ട് ഇപ്പോൾ ഇത് ഇന്ത്യൻ സമയം 5:30 വാദം കേൾക്കുമെന്നാണ് അവിടുന്ന് അന്താരാഷ്ട്ര കായിക കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ വാദം കേൾക്കൽ ആരംഭിക്കുന്നുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ മുൻ സോളിസിറ്റർ ജനറൽ ആയിരുന്ന ഹരീഷ് സാൽവെ ഉൾപ്പെടെ 4 അഭിഭാഷകരാണ് വിനേഷ് ഫോഗട്ടിന് വേണ്ടിയിട്ട് ഹാജരാകുന്നത്. നമ്മൾ ഓരോ ഇന്ത്യക്കാരനും പ്രതീക്ഷിക്കുന്ന പോലെ അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാദം വിനേഷ് ഫോഗട്ടിന്റെ വാദങ്ങൾക്കനുസരിച്ച് അനുകൂലമായിട്ട് വാദം പുരോഗമിക്കുകയാണെങ്കിൽ ഞായറാഴ്ചയാവും വിധി പ്രസ്താവിക്കാൻ. ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഞായറാഴ്ച, അതായത് ഒളിമ്പിക്സ് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി പ്രസ്താവിക്കുമെന്നാണ് അന്താരാഷ്ട്ര കോടതിയിൽ നിന്നുള്ള അനൗദ്യോഗിക വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. മഹേഷ്, പിന്നെ തീർച്ചയായും പറയേണ്ടതെന്ന് വെച്ചാൽ വിനേഷ് ഫോഗട്ട് ഇന്നലെ വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാജ്യത്തിലെ ഓരോ രാജ്യനിവാസികളും ഈ വിനേഷ് ഫോഗട്ടിന്റെ മെഡൽ പ്രതീക്ഷയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഓക്കെ, ഇതിൽ എന്തൊക്കെ കാര്യമാണ് വിനേഷ് ഫോഗട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? അതായത് വിനേഷ് ഫോഗട്ട് സ്വാഭാവികമായും പറയുകയുണ്ടാവുക, സെമി ഫൈനൽ മത്സരിച്ചപ്പോൾ അധിക ഭാരം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ 50 കിലോയിൽ കൂടുതൽ ഇല്ലായിരുന്നു എന്ന് തെളിഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ മത്സര രംഗത്തേക്ക് വന്നത് എന്നായിരിക്കില്ല സ്വാഭാവികമായും പറയുക. അതായത് ഫൈനൽ കളിക്കാൻ മാത്രമാണ് അയോഗ്യതയുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ആ വെള്ളി മെഡൽ പങ്കിടാൻ അനുവദിക്കണം എന്നാവില്ലേ സാധാരണഗതിയിൽ ആവശ്യം മുന്നോട്ട് വെക്കുക? മാത്രമല്ല, ഹരീഷ് സാൽവെ പോലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകൻ തന്നെ വരുമ്പോൾ ഒരു കായിക കോടതിയിൽ അതൊരു വലിയ ചർച്ചയാവുകയും ചെയ്യും. അതെ മഹേഷ്, വിനേഷ് ഫോഗട്ട് പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന വാദങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കാരണം പ്രീ ക്വാർട്ടറിലും വിനേഷ് ഫോഗട്ട് മത്സരിച്ചത് അനുവദിച്ച ഭാരം കൃത്യമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. അതായത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് മത്സരിച്ചത്. 2 മത്സരങ്ങളും പ്രീ ക്വാർട്ടറും സെമിയും 3 മത്സരങ്ങളും ആധികാരികമായി ജയിച്ചിട്ടാണ് വിനേഷ് ഫോഗട്ട് ഫൈനലിൽ എത്തുന്നത്. അതായത് ഓരോ പ്രതിദിനത്തിനും ഓരോ മത്സരത്തിനും ഉണ്ടാകുന്ന പ്രതിദിനങ്ങളിലാണ് ഈ താരങ്ങളുടെ ഭാരം അളക്കുക. ഫൈനലിന്റെ അന്ന് രാവിലെ നടത്തിയ ഭാരം അളന്നതിലാണ് വിനേഷ് ഫോഗട്ട് കേവലം 50 കിലോഗ്രാം ഭാരത്തിലാണ് വിനേഷ് ഫോഗട്ട് മത്സരിച്ചിരുന്നത്. കേവലം 100 ഗ്രാം അധികം ഉള്ളതിന്റെ അതൊരു സാങ്കേതിക തടസ്സം മാത്രമല്ല, അത് ഗുസ്തി കമ്മിറ്റിയുടെ ഔദ്യോഗികമായിട്ടുള്ള നിയമാവലിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിശ്ചിത ഭാരം കീപ്പ് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ 100 ഗ്രാം എന്നുള്ളത് നമുക്ക് മാനസിക വിഷമമുണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ സാങ്കേതിക തടസ്സം പറഞ്ഞാൽ കൂടി നിയമം അങ്ങനെ തന്നെ ഉള്ളത് കൊണ്ട് മാത്രമാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത്. പക്ഷെ അതിൽ ഒളിമ്പിക് കമ്മിറ്റി അവരെ കേവലം 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളുകയോ അല്ലെങ്കിൽ പുറത്താക്കുകയല്ലേ ചെയ്ത് അവസാന സ്ഥാനത്തേക്ക് വിനേഷ് ഫോഗട്ടിനെ താഴ്ത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിനേഷ് ഫോഗട്ട് ആവശ്യപ്പെടുന്നത് സെമി വരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് താൻ മത്സരിച്ചിട്ടുള്ളത്. ഫൈനലിൽ മാത്രമാണ് തനിക്ക് അയോഗ്യതയ്ക്കുള്ള ഏതെങ്കിലും വകുപ്പുകൾ ഈ നിയമാവലിയിൽ ഉണ്ടെങ്കിൽ ഫൈനലിൽ മാത്രമാണ് തനിക്ക് അയോഗ്യതയുള്ളത്. ഇതുവരെ മത്സരിച്ചത് ഫൈനലിൽ എത്തിയിട്ട് വെള്ളി മെഡലിന് താൻ യോഗ്യയായിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വെള്ളി മെഡലിന് താൻ അർഹയാണെന്നുള്ള കാര്യമാണ് വിനേഷ് ഫോഗട്ട് കാര്യമായിട്ട് ഈ അപ്പീലിൽ ഉന്നയിച്ചിട്ടുള്ളത്. ആ നിലയ്ക്ക് തന്നെയാകും വാദം പുരോഗമിക്കുകയും ആ സ്വഭാവത്തിലുള്ള ഒരു വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മഹേഷ്, അതാണ്. അപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അന്താരാഷ്ട്ര കായിക കോടതിയുടെ വിധി എന്താകും, വെള്ളി മെഡൽ ലഭിക്കുമോ വിനേഷ് ഫോഗട്ടിന് എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. പക്ഷേ നിയമം അനുശാസിക്കുന്ന കാര്യം എന്നുള്ളതാണ് ഈ ഗുസ്തി ഫെഡറേഷൻ മുന്നോട്ട് വെക്കുന്നത് സ്വാഭാവികമായും. അപ്പോൾ എന്തൊരു വിധി ഉണ്ടാകും, അതൊരു നിർണായക വിധിയുമാകും ഒളിമ്പിക്സ് ചരിത്രത്തിൽ എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ വാദം അക്കാര്യത്തിൽ നടക്കും എന്നുള്ളത്.